ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം ബ്രഹ്മാഭിന്നത്വവിജ്ഞാനം ഭവമോക്ഷസ്യ കാരണം ഏനാദ്വിതീയമാനന്ദം ബ്രഹ്മസമ്പദ്യതേ ഭുതഃ. കുറച്ച് കാര്യങ്ങൾ നോക്കി. അതായത് അനാത്മാവിനെ എല്ലാം മാറ്റി നിത്യമായ തന്മയെ മാത്രം എടുത്ത് നമ്മൾ ജീവനെ കാണും. ആ ജീവന്റെ ലക്ഷണമോ സത് സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം, അറിവ് സ്വരൂപം, നിത്യമായത്. അപ്പോ ത്വംപത വിചാരത്തിൽ ജീവന്റെ തന്മയെ മനസ്സിലാക്കും. അപ്പൊ നാം ഇത്രയും നമ്മൾ പഠിച്ചതൊക്കെ അതാണ്. ഇതുപോലെ ഈശ്വര തത്വത്തെയും വിചാരം ചെയ്യാൻ പോകുന്നു നമ്മൾ. ആ വിചാരം ചെയ്ത് കഴിയുമ്പോൾ, അതായത് തത് ത്വം എന്നുള്ളതിൽ തതിനെ കുറിച്ച് അപ്പോ വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഈശ്വരന്റെ പക്കല് ഒരു മായാതത്വമുണ്ട്. ആ മായാതത്വത്തോടു കൂടി ഈശ്വരൻ ചേരുമ്പോൾ ആണ് ലോകത്തിന് കാരണമായി തീരുന്നത്. ഈ മായ നിഴൽ പോലെ സത്യമല്ല. നിഴൽ സത്യമല്ലല്ലോ, അതുപോലെ സത്യമല്ല. മായയ്ക്ക് ആധാരമായ ഈശ്വരന്റെ ഉണ്മയായ തന്മ എന്ത് എന്ന് വിചാരം ചെയ്ത് ഇവിടെ ഈശ്വരനും ലോകത്തിനും എന്ത് സംബന്ധം എന്ന് നോക്കണം. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അവസാനം ഈശ്വരന്റെ അടുത്തും രണ്ട് സ്വരൂപമുണ്ട്. എന്താണ്? മായയോട് കൂടിയതും അല്ലാത്തതും. മായയെ പ്രകാശിപ്പിക്കുന്ന ഈശ്വര സ്വരൂപം, സത് സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം, അതാണ് സത്യം, ജ്ഞാനം, അനന്തം. സയൻസ് എന്താ ചെയ്യുന്നേ? സയൻസ് ഈശ്വരൻ സൃഷ്ടിച്ചതിനെ വിചാരം ചെയ്യും. സയൻസ് ചെയ്യുന്നത് സൃഷ്ടിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം വിചാരം ചെയ്യുക ചെയ്യുന്നു. വിചാരം ചെയ്ത് അങ്ങനെ അതാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ. വേദാന്തം എന്താ ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്ന വേദാന്തം എന്താ ചെയ്യുന്നത്? ഈശ്വരനെയാണ് വിചാരം ചെയ്യുന്നത്. സൃഷ്ടികർത്താവിനെ തന്നെയാണ് വിചാരം ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കണ്ടേ. ആ സൃഷ്ടികർത്താവിനെ കുറിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കണം. അവസാനം ആ സൃഷ്ടികർത്ത സച്ചിത് ആനന്ദമാണ് എന്ന് മനസ്സിലാവും. ഈശ്വരന്റെ സാരം സച്ചിത് ആനന്ദമാണ്. എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സച്ചിത് ആനന്ദമാണ് എന്ന് വേദാന്തം പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഒരു അത്ഭുതമായ കാര്യം നമ്മൾ മനസ്സിലാക്കും. ഈശ്വരനെ കുറിച്ച് സച്ചിദാനന്ദം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത്ഭുതമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. കാരണം നമ്മൾ ജീവനെ വിചാരം ചെയ്തു. ജീവനെ നന്നായിട്ട് വിചാരം ചെയ്ത് നമ്മൾ ഓരോന്നും മാറ്റി 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 ഓരോ കോശങ്ങളെയെല്ലാം മാറ്റി അവസാനം ആരാണോ ഇതെല്ലാം അറിയുകയും ഉള്ളതിനെയും ഇല്ലാത്തതിനെയും അറിയുന്നത്, ആ അറിവ് സ്വരൂപമാണ് ഞാൻ, അതാണ് ആത്മാ എന്ന് നമ്മൾ കണ്ടു. അത് സച്ചിദാനന്ദമാണെന്നും കണ്ടു. അപ്പോ രണ്ട് സ്ഥലത്തും ഈശ്വരനെ വിചാരം ചെയ്തു വരുമ്പോ എന്തുണ്ടാവും? അവിടെയും സച്ചിദാനന്ദമാണ് എന്ന് കാണും. അപ്പൊ രണ്ട് സ്ഥലത്തും സച്ചിദാനന്ദമാണ്. അപ്പൊ എന്തായി? ഇത് രണ്ടും രണ്ടല്ലല്ലോ. അല്ല, ജീവനും ഈശ്വരനും രണ്ടല്ല. ജീവൻ ആത്മാ തന്നെയാണ്, ആത്മാ ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ ബ്രഹ്മമാണ്. അപ്പൊ രണ്ടും രണ്ടാണോ? അല്ല. അല്ലേ? അല്ല. ഒരേ സച്ചിത് ആനന്ദം തന്നെ രണ്ടും. അവ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാകുമ്പോൾ മോക്ഷമായി. നമ്മുടെ വിചാരത്തില് വേറെ രീതിയിലാണ് ഇരിക്കുന്നത്, അത് മാറി രണ്ടും ഒന്ന് തന്നെ എന്നൊരു ഐക്യം വന്നു കഴിയുമ്പോൾ അതാണ് മോക്ഷം. അത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവാണ്, വൃത്തിയായിട്ട് ഇനി നോക്കാൻ പോവാണ്. ജീവനും ഈശ്വരനും ഒന്ന് എന്നാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ജീവനും ഈശ്വരനും ഒന്ന് എന്ന് പറയുന്നത്? ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഈശ്വരനാണെന്നറിയാം, നിങ്ങൾക്ക് അതറിയില്ല, നിങ്ങളെ അത് മനസ്സിലാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. എന്താണ് ഇപ്പൊ ഇവിടെ?
എങ്ങനെയാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടും ഒന്ന് എന്ന് പറയുന്നത്? സൂക്ഷ്മബുദ്ധിയില്ലാതെ, വിചാരം ചെയ്യാതെ, സൂക്ഷ്മബുദ്ധി ഒന്നും ഉപയോഗിക്കാതെ, വിചാരങ്ങളൊന്നും ചെയ്യാതെ, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നാം മനസ്സിലാക്കുന്നത് ഈ ശരീരത്തെ ആണ്, ജീവനെ ശരീരമായിട്ടാണ്. ഈ ജീവൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ പേരൊക്കെ പറയുമ്പോൾ ഈ ശരീരമായിട്ടാണ് നമ്മൾ ഈ ജീവനെ എടുക്കുന്നത്. നമ്മൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, കൂടുതൽ ചിന്തിക്കുന്നില്ല, കൂടുതൽ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, വേദാന്തത്തിലേക്കൊന്നും പോകുന്നില്ല. സാധാരണ ആൾക്കാര് എന്ത് പറയും? ജീവൻ എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഈ ശരീരമാണെന്ന് പറയും. അതിന് കുറെ പേരുകളും പറയും, പല രീതിയിലും പറയും. നിറം വെച്ച് പറയും, കളർ വെച്ച് പറയും, ദേശം വെച്ച് പറയും, അച്ഛൻ്റെ അമ്മയുടെയും പേര് വെച്ച് പറയും, ജോലി വെച്ച് പറയും. ഇങ്ങനെ ആ രീതിയിലാണ് ജീവനെ മനസ്സിലാക്കുന്നത്. ജീവനെ ശരീരത്തോടു കൂടെ, ശരീരത്തിന് പിരിച്ചു കാണില്ല, ശരീരത്തോടു കൂടെയാണ് ജീവനെ കാണുന്നത്. അവിടെ അങ്ങനെ വരുമ്പോൾ ശരീരത്തോടു കൂടി ജീവനെ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ച് അതാണ് ജീവൻ എന്ന് പറഞ്ഞു കാണുമ്പോൾ ഒരിക്കലും ജീവ ഈശ്വര ഐക്യം ഉണ്ടാകില്ല. പറ്റില്ലല്ലോ, നമുക്കങ്ങനെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്താ, ഇതെല്ലാം മാറ്റമുള്ളതാണ്, അനാത്മാക്കളാണ് ശരീരം. കോശങ്ങൾ വരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ കോശമല്ല എന്നറിഞ്ഞു വന്ന് അനാത്മാവല്ല എന്ന് മനസ്സിലാക്കി ആത്മാവാണെന്ന് മനസ്സിലാക്കി വന്നാൽ മാത്രമേ പരമാത്മതത്വവുമായിട്ട് ചേരുകയുള്ളൂ, അല്ലെങ്കിൽ ചേരില്ല. എത്രമാത്രം ശരീരബോധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ ജീവൻ, അത്രത്തോളം കാലം നമുക്ക് ഈശ്വരൻ വേറെയാണ്, നാം വേറെയാണ്. നാം എന്ന് പറയും, ഇപ്പൊ നമ്മൾ ആരെയാ നാം എന്ന് പറയുന്നത്? ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തോട് ചേർന്നാണ് നമ്മൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറാനാണ് പഞ്ചകോശ വിചാരമൊക്കെ നമ്മൾ ചെയ്തത്. അതിൽ നിന്ന് മാറി നമ്മൾ ആ ചൈതന്യസ്വരൂപമാണ് എന്ന് വന്നാൽ നമ്മുടെ ചൈതന്യസ്വരൂപവും ഈശ്വരന്റെ ചൈതന്യസ്വരൂപവും ഒന്ന് തന്നെ, രണ്ടും വേറെയല്ല. എവിടെയാണ് വ്യത്യാസം വരുന്നത്? നമുക്ക് വ്യത്യാസം തോന്നുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ന് ഉണ്ടായി നാളെ നശിച്ചു പോകുന്ന ഈ ശരീരവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈശ്വരൻ വേറെ, ഞാൻ വേറെ. സൃഷ്ടികർത്ത ഈശ്വരൻ, അപ്പോ വേറെയായി. ഞാൻ ജീവൻ, സൃഷ്ടിക്കപ്പെട്ടത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതും ഈശ്വരൻ സൃഷ്ടികർത്താവും. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിചാരം മാറണം. അതിനെന്ത് വേണം? അതിന് നന്നായിട്ട് സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് ഈശ്വര തത്വത്തെ വിചാരം ചെയ്ത് വരണം. ഇപ്പൊ ജീവതത്വത്തെ നമ്മൾ വിചാരം ചെയ്തു, നമുക്ക് മനസ്സിലായി. അവസാനം വന്നപ്പോ മനസ്സിലായി ജീവൻ എന്നുള്ളത് സ്വയം ജ്യോതിയാണ്. ഞാൻ, എന്നെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉണ്ടോ? ഉണ്ട്, ഞാൻ എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. അതിനുവേണ്ടി കണ്ണു തുറന്നു നോക്കണ്ട ഞാൻ എന്ന് പറയാൻ. ഞാൻ ഉണ്ടോ എന്നറിയാൻ കണ്ണു തുറന്നു നോക്കണ്ട. ഞാൻ ഉണ്ടോ എന്നറിയാൻ ശരീരത്തെ സ്പർശിച്ചു നോക്കണ്ട. ഞാൻ ഉണ്ടോ എന്നറിയാൻ മൂക്കിൽ കൂടി മണത്തു നോക്കണ്ട, വായിൽ കൂടി രുചിച്ചു നോക്കണ്ട, ചെവിയിൽ കൂടി ശബ്ദം കേട്ടു നോക്കണ്ട, ഒന്നും വേണ്ട. ഞാനുണ്ട് എന്നറിയാൻ എനിക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അതാണ് ആത്മ. സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം ജ്യോതിയാണ്, സ്വയം അറിവ് സ്വരൂപമാണ്. ആ അറിവ് സ്വരൂപമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ എന്നുള്ളതിനെ ഈ രീതിയിൽ മനസ്സിലാക്കാനാണ് രമണ മഹർഷി പറയുന്നത് ഞാൻ ആര് എന്ന് ചിന്തിക്കൂ എന്ന്. രമണ മഹർഷി പറയുന്നതിന്റെ സാരം എന്താ? ഞാൻ ആര് എന്ന് ചിന്തിക്കൂ. ചിന്തിച്ച് വരുമ്പോൾ മനസ്സിലാകും ഞാൻ ഈ ശരീരമല്ല, ഈ കാണുന്നതൊന്നുമല്ല, ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ നിങ്ങളുടെ സംസാര ദുഃഖമെല്ലാം പോകും. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആഞ്ജനേയസ്വാമി എന്താ പറഞ്ഞേ? രാമായണത്തിൽ ആഞ്ജനേയസ്വാമി വളരെ വൃത്തിയായിട്ട് ഈ കാര്യം പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞ സ്വാമി? വളരെ വിശദമായിട്ട് പറഞ്ഞു. ശരീരബോധമുള്ളപ്പോൾ ശ്രീരാമൻ സ്വാമിയും ഞാൻ സേവകനും. ആഞ്ജനേയസ്വാമി പറഞ്ഞതാ. ശരീരബോധമുള്ളപ്പോ, ഞാൻ ഈ ശരീരബോധത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ശ്രീരാമചന്ദ്രസ്വാമി ഈശ്വരനും ഞാൻ സേവകനും. ഞാൻ ആത്മബോധത്തിൽ മുഴുകുമ്പോൾ ഞാനും ശ്രീരാമേന്ദ്രസ്വാമിയും വേറെ അല്ല, ഒന്നു തന്നെ. ആത്മബോധത്തിൽ മുഴുകുമ്പോൾ ഞാനും ശ്രീരാമേന്ദ്രസ്വാമിയും ഒന്ന് തന്നെ എന്ന് അവിടെ ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ വേറെ ഉദാഹരണത്തിന്റെ ആവശ്യമില്ല. അപ്പോ ത്വംപദത്തെയും തത്വദത്തെയും വിചാരം ചെയ്ത് ത്വംപദത്തിൽ എന്താണ്, തത് ത്വം അസി, അവിടെ ത്വംപദത്തിൽ എന്താണ് ഉള്ളത്, തത്പദത്തിലുള്ള എന്താണുള്ളത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തമ്മിലുള്ള ഐക്യവും പറയാൻ സാധിക്കും. ഈ ഐക്യജ്ഞാനത്തിന്റെ ഫലമാണ് മോക്ഷം. വേറൊന്നുമല്ല മോക്ഷം. ഐക്യജ്ഞാനം, ജീവനും
ബ്രഹ്മവും ഒന്ന് എന്ന ഐക്യജ്ഞാനം. ആ ഐക്യജ്ഞാനം വരുമ്പോ പിന്നെ അവിടെ എന്തില്ല? സംസാര ദുഃഖം ഇല്ല, സംസാരമില്ല, സംസാര ദുഃഖമില്ല. അതാണ് മോക്ഷം. നമ്മളും ഈശ്വരനും ഒന്നാണെന്ന് അറിയാം. ഇത് കേൾക്കുമ്പോഴേ ഒരു പേടിയല്ലേ? നമ്മളും ഈശ്വരൻ ഒന്നെന്ന് കേൾക്കുമ്പോഴേ ഭയമാണ്. അതെങ്ങനെയാ ഒന്നാവണമെന്ന്? അതിനാണ് ഇത്രയും പഠിപ്പിക്കുന്നത്. ശങ്കരാചാര്യസ്വാമികൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും 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 ഇത് പറഞ്ഞു തരുന്നത്. കോടാനുകോടികളില് 1-2 പേർക്കേ ഇത് മനസ്സിലാവുകയുള്ളൂ. ആ ഭാഗ്യം നമുക്ക് കിട്ടട്ടെ, നമുക്ക് മനസ്സിലാവട്ടെ. വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 ഇത് ഉറപ്പിച്ച് നമുക്കെങ്കിലും ഇത് കിട്ടാൻ സാധിക്കട്ടെ. അപ്പോ ശരീരമല്ല ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുക. അപ്പൊ ഈ ഐക്യജ്ഞാനത്തിന്റെ ഫലമാണ് മോക്ഷമുണ്ടാവൽ. അല്ലാതെ വേറൊരു രീതിയിലും അല്ല ഈ മോക്ഷം. തെറ്റായ ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. അങ്ങനെ മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ബോധം ഉണ്ടാവുകയാണ്. ഉള്ളില് ഞാൻ ഈ ശരീരമല്ല, സ്വയം ജ്യോതിയാണ്, എന്നെ അറിയാൻ ഞാൻ വേറൊന്നിനെയും ആശ്രയിക്കേണ്ട, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞാൽ അത് മോക്ഷമായി. അപ്പോ ഈ സംസാരം ഒന്നും ഉണ്ടാകില്ല. അതെങ്ങനെയാണെന്ന് ഇനി പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംസാരം ഇല്ലാണ്ടാകുക? സംസാര ദുഃഖം എങ്ങനെ ഇല്ലാതെ ഉണ്ടാകും? വിഷമതകൾ എങ്ങനെ? അതാണല്ലോ പ്രശ്നം. അതെങ്ങനെ ഇല്ലാതെ ഉണ്ടാകും? അപ്പോഴേ അതില്ലാണ്ടാവുമ്പോഴല്ലേ സച്ചിത് ആനന്ദം ആവുകയുള്ളൂ. പൂർണ്ണത വരുമ്പോഴേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെ വരും എന്ന് വഴിയെ പറഞ്ഞു തരുന്നുണ്ട് ശങ്കരാചാര്യസ്വാമികൾ. അപ്പൊ ഈ തത്വമാദ്യം മനസ്സിൽ പ്രവേശിക്കണം. രണ്ടും ഒന്ന് തന്നെ എന്നുള്ള, രണ്ടുപേരും സച്ചിദാനന്ദം തന്നെ, ഭഗവാനും സച്ചിദാനന്ദം തന്നെ, ഞാനും സച്ചിദാനന്ദം തന്നെ എന്ന് മനസ്സിൽ പ്രവേശിക്കണം. പിന്നെ അത് മനസ്സിൽ നിലനിൽക്കണം. അപ്പോ എന്ത് പ്രയോജനം എന്ന് ആചാര്യര് ഇവിടെ പറയാൻ പോകുന്നു. ജീവവിചാരമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ജീവനെ കുറിച്ചുള്ള വിചാരം ഏറ്റവും ബുദ്ധിമുട്ടാണ്. വിചാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന വിചാരമല്ല. വേദാന്തം പറയുമ്പോൾ വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ചർച്ച ചെയ്ത് കൂലങ്കുഷമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജീവവിചാരമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഈശ്വരനെ കുറിച്ച് തെറ്റായ ധാരണയൊന്നുമില്ല, ശരിയായിട്ടുള്ള ധാരണയായിരിക്കുന്നത്. എന്താ? ഈശ്വരനാണ് എല്ലാത്തിനും അടിസ്ഥാനം, ഈശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, ഈശ്വരനാണ് സൃഷ്ടികർത്താവ്, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ആദിയും അന്തവും ഇല്ലാത്തതാണ് ഈശ്വരൻ, എപ്പോഴും ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈശ്വരനെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയൊന്നുമില്ല. മാത്രമല്ല നമ്മളെപ്പറ്റി തെറ്റായ ധാരണ ഉണ്ട് താനും. ഈശ്വരനെ കുറിച്ച് തെറ്റായ ധാരണയില്ല, ഓക്കെ, സന്തോഷം. ഒരു കുഴപ്പമുള്ളത് എന്താ? നമ്മളെ കുറിച്ച് തെറ്റായ ധാരണയും ഉണ്ട്. എന്താണ് നമ്മളെ കുറിച്ചുള്ള തെറ്റായ ധാരണ? നമ്മൾ ഈ ശരീരമാണെന്നുള്ള ധാരണ തന്നെ. തെറ്റായ ധാരണ ഒരു സംസ്കാരമായിട്ട് നമ്മളെ ചേർന്നിരിക്കുക, എത്രയോ ജന്മങ്ങളായിട്ട് നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുക. സംസ്കാരമായിട്ടാണ് ഉള്ളത്. അതായത് കാരണശരീരം മുതലേ നമുക്ക് ഈ വിചാരമുണ്ട്, നമ്മൾ ഈ ശരീരമാണ് ശരീരമാണ് ശരീരമാണ്, വാസനയായിട്ടൊക്കെ ഉള്ളിൽ കയറി വന്നിരിക്കുക. അപ്പൊ വലിയ ബുദ്ധിമുട്ടാണ്. ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കാന്ന് പറയാം, അടർത്തിക്കളയാൻ പറ്റാത്ത രീതിയിൽ ഈ ശരീരബോധം നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനകളും, നമ്മൾ ഒരുപാട് സാധനകൾ ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളുടെയൊക്കെ അന്തിമ ലക്ഷ്യം എന്താണ്? ത്വം പദത്തിന്റെ ശരിയായ ഉണ്മയെ കണ്ടുപിടിക്കാനുള്ളതായിരിക്കണം. ചെയ്യുന്ന എല്ലാ സാധനയും ഞാൻ ആര് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപയോഗപ്പെടണം. എൻ്റെ യഥാർത്ഥ ഉണ്മ എന്താണ് എന്ന് അറിയാൻ ഉപയോഗിക്കപ്പെടണം. അല്ലാതെ സാധനങ്ങൾ കൊണ്ടൊരു പ്രയോജനമില്ല. ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് അവനവനെ അറിയാനാണ്. ഈശ്വരനെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയില്ല, നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണയേ ഉള്ളൂ. ആ തെറ്റായ ധാരണയെ മാറ്റാനായിരിക്കണം സാധനകൾ ഉപയോഗിക്കേണ്ടത്. ഇന്നു മുതൽ അങ്ങനെ തീരുമാനിക്കണം. എൻ്റെ ഓരോ സാധനയും എന്നിലുള്ള ആത്മതത്വത്തെ തിരിച്ചറിയാനാണ്, ഞാൻ തന്നെ ആത്മാ എന്നെനിക്ക് തിരിച്ചറിയാനാണ്, ഞാൻ സ്വയം ജ്യോതിസ് എന്ന് തിരിച്ചറിയാനാണ്, ഞാൻ ഉണ്ട് എന്ന് എനിക്കറിയാൻ എനിക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഞാൻ ആത്മാ തന്നെ. ഈ ശരീരമല്ല, ഇത് നശിച്ചു പോകും. എത്രയോ ശരീരങ്ങൾ എനിക്ക് എത്രയോ ജന്മങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇതാ എന്റെ കർമ്മഫലമായി ഒരു ശരീരം എനിക്ക് വന്നിരിക്കുന്നു. ഇതുണ്ടായി, വലുതായി, ക്ഷയിച്ചു, ഇനി ഇല്ലാതെ ഉണ്ടാവും. പക്ഷെ ഞാൻ അപ്പോഴുമുണ്ട്, ഇന്നലെയുമുണ്ട്, വളർന്നുകൊണ്ടിരിക്കുമ്പോഴുമുണ്ട്. എല്ലാ സമയത്തും ഞാൻ ഉണ്ട്, ഇനിയും ഞാൻ ഉണ്ടാകും എന്നൊരു ഉറപ്പ് വേണം. മനസ്സിൽ ഉറപ്പിക്കണം, ഞാൻ ഉണ്ടാകും. ഈ ശരീരം പോയാലും ഞാൻ അവിടെ ഉണ്ടാകും. അങ്ങനെ വന്നാൽ പിന്നെ ഒരു ശരീരം വരില്ല. ആ തിരിച്ചറിവുണ്ടായിട്ട് ശരീരം വിട്ടാൽ അടുത്ത ശരീരം ഉണ്ടാകില്ല. അതാണ് മോക്ഷം. അപ്പോ മനസ്സിനെ ആ അതിലേക്ക് എത്തിക്കണം. മനസ്സ് ഇല്ലാത്തൊരവസ്ഥ തന്നെ അവിടെ ഉണ്ടാവും. മനസ്സെന്നൊരു അവസ്ഥയെ അവിടെ ഉണ്ടാവില്ല. എല്ലാം പോവും. സൂക്ഷ്മ ശരീരവും പോവും, കാരണ ശരീരവും പോവും, എല്ലാം പോവും. ഈ സ്വയം ജ്യോതി മാത്രമായി നിലനിൽക്കും. സ്വയം ജ്യോതി മാത്രമായിട്ട് നിലനിൽക്കുന്ന മറ്റെന്താണ്? സാക്ഷാൽ ബ്രഹ്മം. അപ്പോ നമ്മൾ ആരാണ്? ബ്രഹ്മം തന്നെ. അപ്പൊ വന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കാണും. വേറൊരു ആവരണം ഉണ്ടായിരുന്നതെല്ലാം പോയിട്ട് നമ്മൾ ആ സ്വയം ജ്യോതിസായിട്ട് നിലനിൽക്കും. സന്യാസം പോലും ഈ ത്വംപദത്തെ ശരിക്കും മനസ്സിലാക്കാനാണ് സന്യാസം. കാരണം എന്താ? എല്ലാത്തിനെയും ഉപേക്ഷിച്ച് സംന്യാസം, എല്ലാത്തിനെയും വിടുക, സകലവിധ അറ്റാച്ച്മെന്റുകളും വിടുക, വൈരാഗ്യം മാത്രം, എല്ലാത്തിനും വിട്ട് 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 ഒന്നും ശാശ്വതമല്ല, ശാശ്വതമല്ല, ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി, ശരീരവും ശാശ്വതമല്ല, എല്ലാത്തിനോടും വിരക്തി വന്ന് ഞാൻ എന്ന ആ സത്യം മാത്രം, ഈശ്വരൻ എന്ന സത്യം മാത്രം, അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനാണ് ശരിക്കും സന്യാസം. അല്ലാതെ സന്യാസത്തിന്റെ ആവശ്യമില്ല. അതാണ് സന്യാസം. അപ്പൊ അത് സന്യാസം പോലും ത്വംപദത്തിന്റെ ശരിയായിട്ടുള്ള ഉണ്മയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സാധനങ്ങളും ഞാൻ 5 കോശങ്ങൾക്കും അപ്പുറം ഉള്ള ആത്മാ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ അറിവ് വന്നാൽ 99.99% അറിവായി, എല്ലാമായി. ഞാൻ 5 കോശങ്ങൾക്കും അപ്പുറം ഉള്ള ജ്യോതിസാണ്, സ്വയം ജ്യോതിസാണ്, അറിവ് സ്വരൂപമാണ് എന്നറിഞ്ഞാൽ ഇനി ഒന്നുമില്ല അറിയാൻ. ഒരു 0.001% വല്ലതും കാണുന്നു. അങ്ങനെ അത് ആ മനസ്സിനെ നന്നായി ഈശ്വരനിൽ ഉറപ്പിച്ച, ബ്രഹ്മത്തിൽ ഉറപ്പിച്ചു നിർത്തി ഒന്നായി തീരും. നമ്മൾ വേറെ ആവില്ല. വേറെ ആവുന്ന ത്രിഗുണങ്ങളെല്ലാം കയറി വന്ന് അങ്ങനെയാണ് വേറെ ആയിപ്പോയത്. അതൊന്നുമില്ലാതെ ഈശ്വരനായി തീരും, ആ സച്ചിദാനന്ദമായി തീരും. കാരണം ഈശ്വരൻ നമ്മള് സ്വയം ഉത്ഭവസ്ഥാനത്ത് എത്തുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഭഗവാൻ. ജീവനായി പരിണമിച്ച് ത്രിഗുണങ്ങളാൽ ചുറ്റപ്പെട്ട് 3 ഗുണങ്ങൾ കൊണ്ട് നമ്മൾ സൃഷ്ടി പഠിച്ചല്ലോ എങ്ങനെയാണ് ജീവൻ ഉണ്ടായെന്ന്. അപ്പോ അങ്ങനെ 3 ഗുണങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെയെല്ലാം വന്ന് ഈ ഗുണങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ മാറ്റി, എല്ലാം മാറ്റി 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 ഈശ്വരൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പരബ്രഹ്മസ്വരൂപം എന്നിൽ നിന്ന് ഉണ്ടായ ആ ജീവൻ എന്ന ആ എന്റെ തന്നെ അംശം തിരിച്ചെന്നിലേക്ക് വരുന്നു എന്ന് ഈശ്വരൻ നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നു ശാസ്ത്രം. അപ്പോ അങ്ങനെ ഈശ്വരൻ അത് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ അറിവ് നേടാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യജന്മം കിട്ടിയാലേ സ്വയം ഈശ്വരനായി ഈശ്വരതത്വം മനസ്സിലാക്കി സ്വയം സച്ചിദാനന്ദമായി ആ ബ്രഹ്മത്തില് ചേർന്ന് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഒന്നും വരുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ ഇപ്പൊ ഒന്നും വരുന്നില്ല, ഞാൻ എന്നുള്ള ഈ ശരീരാഭിമാനത്തോടു കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ തന്നെ ഇങ്ങ് വെച്ചു പോകും. ഉള്ള കർമ്മങ്ങൾ അനുസരിച്ച് ഒന്നിലെ മനുഷ്യജന്മം കിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗജന്മമോ മരങ്ങളുടെ ജന്മമോ എന്തെങ്കിലും ഒരു ജന്മം കിട്ടും. കയ്യിലിരിക്കുന്ന പ്രവൃത്തി, ഈ ജന്മത്തിലൊക്കെ ചെയ്ത പ്രവൃത്തികളുടെ ഫലമനുസരിച്ച് ഒരു ജന്മം കിട്ടും. നമ്മളത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്ന എപ്പോഴും ഇനിയൊരു ജന്മം, നല്ല ജന്മം കിട്ടണേ, എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ജനിക്കണേ, കഷ്ടപ്പാടില്ലാതിരിക്കണേ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളേ ഉള്ളൂ. എപ്പോഴും സൗഖ്യം വേണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. സുഖം വേണം എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന ഏത് സുഖവും നാശമുള്ളതാണ്, നശിക്കുന്നതാണ്, നിത്യമല്ല. അത് മനസ്സിലാക്കില്ല നമ്മൾ ഈ സംസാരത്തിൽ ഇരിക്കുമ്പോൾ. അതാണ് വാസന എന്ന് പറയുന്നത്. എത്രയോ ജന്മമായിട്ടുള്ള വാസനയാണത്. സുഖത്തെ തേടിയുള്ള യാത്ര. സുഖത്തെ തേടി യാത്ര ചെയ്ത് സുഖം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ സുഖം പോകും.
അടുത്ത ദുഃഖം വരും, വീണ്ടും ഒരു സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കും, പല കർമ്മങ്ങളും ചെയ്യും, പല സാധനങ്ങളും ചെയ്യും, പല പൂജകളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും, ഈശ്വരനെ കാണും, അമ്പലങ്ങളിൽ പോവും, വീണ്ടും സുഖത്തെ ആഗ്രഹിക്കും. കുറെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് കുറെ സുഖം കിട്ടും, പിന്നെയും അത് കുറച്ച് കഴിയുമ്പോൾ ക്ഷയിക്കും, വീണ്ടും ദുഃഖം വരും. ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കും. ഒരിക്കലും നിത്യമായി സുഖം ലഭിക്കുകയില്ല. നമ്മുടെ ധാരണ കുറെ പണം കിട്ടുമ്പോൾ സുഖം ഉണ്ടാവുന്നതാണ്. അത് നല്ല പണമുള്ളവരുടെ കാര്യം അവരോട് വളരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നവരോട് സംസാരിച്ചാൽ അറിയാം മനസ്സുഖം അവിടെയും ഇല്ല എന്നുള്ളത്. അപ്പൊ പണം മാത്രമല്ല, അതേസമയം വളരെ ദാരിദ്ര്യമുള്ളവരും സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ്. തീർത്തും ദാരിദ്ര്യമുള്ളവർ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. അവർ ചിലപ്പോൾ എച്ചിൽ പറക്കിയായിരിക്കും കഴിക്കുന്നത്, പക്ഷെ സന്തോഷമായിട്ട് കഴിക്കുന്ന കാണാം. അപ്പൊ ഇതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പോ അതൊന്നുമല്ല യഥാർത്ഥമായിട്ടുള്ള സുഖം. അതൊന്നുമല്ല ഒരു പൂർണ്ണത, ഒരു സംതൃപ്തി, പൂർണ്ണ സംതൃപ്തി. എനിക്ക് ഇനി ഒന്നും വേണ്ട, ഒന്നും കാണാനില്ല, കേൾക്കാനില്ല, അനുഭവിക്കാനില്ല, ഒന്നുമില്ല. ഈ ശരീരം പോയാൽ ഇനി എനിക്കൊരു ശരീരവും വേണ്ട, എനിക്കൊന്നും നേടാനില്ല, ഒന്നും അറിയേണ്ടതായിട്ടില്ല, ഒന്നും വേണ്ട, ഞാൻ സംതൃപ്തനാണ്. ഈ ശരീരം കിട്ടിയത്, ഇനി ശരീരം പോകുമ്പോ പോട്ടെ, ഓക്കെ. അങ്ങനെ ആ ഒരു രീതിയിലേക്ക്. അപ്പൊ ബന്ധുക്കള് അതൊക്കെ പോണം. ബന്ധുവുമില്ല, ഒന്നുമില്ല, ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, യാതൊന്നുമില്ല. അതെല്ലാം ഈ ഇവിടത്തെ ഒരു നാടകത്തിലെ മറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു എന്ന് മാത്രം. ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അഭിനയം തീർന്നാൽ എൻ്റെ ഒറിജിനൽ വേഷത്തിലേക്ക് ഞാൻ പോകും. എൻ്റെ ഒറിജിനൽ വേഷം എന്താണ്? ആത്മസ്വരൂപം. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം തന്നിട്ടുണ്ട്, വേഷമൊക്കെ കെട്ടി ഇന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ദേശത്ത് ഇന്ന ആളുടെ മകനായി പിറന്ന് ഇന്ന രീതിയിൽ നടന്ന് ഇന്ന ആളെ കല്യാണം കഴിച്ച് ഇത്ര കുട്ടികളുണ്ടായി, ഇങ്ങനെയൊക്കെ ഞാൻ ഈ എൻ്റെ ക്യാരക്ടർ. 2 മണിക്കൂറിന്റെ നാടകമല്ല, 10 80 വർഷത്തെ പീരീഡിന്റെ നാടകമാണ് എന്ന് മാത്രം വ്യത്യാസം. അപ്പോ ഈശ്വര വിചാരം ചെയ്യും. കാരണം ജീവവിചാരം മാത്രം പോരാ, ഐക്യമുണ്ടാകാൻ ഈശ്വരനെ കുറിച്ച് ഈശ്വര വിചാരം ചെയ്ത് സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് ഈശ്വരനെ വിചാരം ചെയ്ത് അതും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഐക്യത്തിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഫലം പൂർണ്ണമാകും. ഈ ശ്ലോകത്തില് പറയുന്നത് ആ ഈശ്വര തത്വത്തെ കുറിച്ചാണ് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. അതായത് ബ്രഹ്മാഭിന്നത്വ വിജ്ഞാനം ഭവമോക്ഷസ്യ കാരണം ഏനാദ്വിതീയമാനന്ദം ബ്രഹ്മ സമ്പദ്യതേ ബുധഃ. ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം, അതാണ് ബ്രഹ്മാഭിന്നത്വ. ദീർഘമുണ്ട് അവിടെ, ബ്രഹ്മാഭിന്നത്വ എന്നുണ്ട്. ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം മനസ്സിലായല്ലോ, വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. വിജ്ഞാനം അറിവ്, അഭിന്നത്വം ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല എന്നുള്ള അറിവ്, ഞാൻ ബ്രഹ്മം തന്നെ, ഞാൻ ഈശ്വരൻ തന്നെ എന്നുള്ള അറിവ് എന്തു ഗുണം ചെയ്യും? ഭവമോക്ഷസ്യ കാരണം. ഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരം. ഭവമോക്ഷസ്യ സംസാരത്തിൽ നിന്നുള്ള വിടുതല, സംസാരത്തിൽ നിന്നുള്ള മോചനത്തിന് കാരണമാകും. എന്ത്? ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം. മനോവിഷമം മറികടക്കാൻ അറിവ് കൊണ്ടേ പറ്റുള്ളൂ, അല്ലേ? അറിവ് കൊണ്ടല്ലാതെ മനസ്സിലെ വിഷമത്തെ മാറ്റാൻ പറ്റുമോ? ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല. മനസ്സിൽ വരുന്ന വിഷമം അറിവ് കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. എന്തറിവ് എന്നാണ് ഇവിടെ ചോദിക്കുക. അപ്പോ ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം, ഞാൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല എന്ന വിജ്ഞാനം. ഇത് വളരെ വേദാന്തം പഠിക്കുന്നവരോട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഇത് സാധാരണ ഒരാളോട് പറയാൻ പറ്റില്ല. ഭയങ്കര മനസ്സിന് വിഷമമുണ്ട് എന്ന് ആ സമയത്ത് ബ്രഹ്മഭിന്നത്വ വിജ്ഞാനം കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ വിഷമമാണെന്ന് പറഞ്ഞ് ശരിയാവില്ല. ഇത് സാധാരണ ലൗകികരോട് പറയുന്ന കാര്യമല്ല. ലൗകികരായിട്ടുള്ളവർ ആത്മാന്വേഷികളായി വന്ന് വേദാന്തം പഠിക്കുന്നവരോട് പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ മാറാൻ, നിങ്ങളുടെ മനോദുഃഖം മാറാം, നിങ്ങൾക്ക് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം നേടണം. അപ്പൊ ഇവിടെ ബ്രഹ്മശബ്ദം ഈശ്വര ശബ്ദം തന്നെയാണ്. ഈശ്വര സ്വരൂപത്തെയാണ് ഇവിടെ ബ്രഹ്മശബ്ദം കൊണ്ട് പറയുന്നത്. ബ്രഹ്മസ്വരൂപം എന്താണ്? നമുക്കറിയാം, സത്യം, ജ്ഞാനം, അനന്തം, അല്ലെങ്കിൽ സത് ചിത് ആനന്ദം. ഇതൊക്കെ ആ ബ്രഹ്മത്തിന്റെ ഡെഫിനിഷനാണ്. ഈശ്വരതത്വം വിചാരം ചെയ്ത് നേടുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ്. അഭിന്നത്വം എന്നാൽ ജീവവിചാരത്തിലെ ജീവൻ, ത്വംപദ വിചാരത്തിലെ ജീവൻ വേറെയല്ല എന്നുള്ള ജ്ഞാനം. ഞാൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല
എന്നുള്ള അറിവ്. കേൾക്കുമ്പോ പേടി തോന്നും, അതെങ്ങനെയാ ഞാൻ, പക്ഷെ ഇത്രയും വായിച്ച് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവണം, ഉറയ്ക്കണം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉറയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അറിഞ്ഞിട്ടില്ല എന്ന് ഇനി പറയാൻ പാടില്ല. ആ അറിവ് എങ്ങനെ എന്നൊരു ചോദ്യം ഇനി പാടില്ല. ജീവനെ വ്യക്തമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് 3 ശരീരങ്ങളും ഞാനല്ലെന്ന് കാണിച്ചു തന്ന്, അത് കഴിഞ്ഞ് അതും മനസ്സിലാവാത്തവർക്ക് 3 ശരീരത്തിനെ 5 കോശങ്ങളാക്കി തിരിച്ച് അതിനെയും നുള്ളി പെറുക്കി ഇഞ്ചിഞ്ചായിട്ട് മുറിച്ച് കാണിച്ചു തന്നു ശങ്കരാചാര്യ സ്വാമികള്. അതൊന്നുമല്ല നീ എന്ന് കാണിച്ചു തന്നു. ഇനിയും ഇത് മനസ്സിലാവില്ല എന്ന് പറയാൻ പാടില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും പഴയ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു നോക്കുക. അപ്പോ ആ ജീവവിചാരത്തിലെ ജീവൻ വേറെയല്ല, ആത്മാ തന്നെയാണ്. ആ ആത്മാവും ഈ ബ്രഹ്മവും വേറെയല്ല എന്നുള്ള അറിവുണ്ടാകലാണ് സംസാരത്തിൽ നിന്ന് മോക്ഷം കിട്ടാനുള്ള മാർഗം. ഈ അറിവ് എങ്ങനെ എനിക്ക് പ്രയോജനപ്പെടും? ശരി, അഭിന്നത്വ വിജ്ഞാനം ഉണ്ടായി. എങ്ങനെയാണ് അതെനിക്ക് പ്രയോജനപ്പെടുക എന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് പറയുന്നു ഏന അദ്വിതീയമാനന്ദം. ഏനാദ്വിതീയ, അവിടെ ദീർഘമുണ്ട് ശ്ലോകത്തില്. ഏനാദ്വിതീയ, അതായത് ഏന അദ്വിതീയമാനന്ദം. അദ്വിതീയമാനന്ദം, രണ്ടില്ല, ഒരേ ഒരു ആനന്ദമേ ഉള്ളൂ. അദ്വിതീയം, ദ്വിതീയമല്ല, രണ്ടില്ല, അദ്വിതീയം. ഏന അദ്വിതീയമാനന്ദം. ഏന എന്നാൽ ഏത് അറിവിനാൽ, അദ്വിതീയം രണ്ടല്ലാത്തത്, ഒന്ന് ഏകമായ രണ്ടല്ലാത്ത ആനന്ദം. ആനന്ദം ബ്രഹ്മ സമ്പദ്യതേ ബുധഃ. ആനന്ദം ബ്രഹ്മ സമ്പദ്യതേ ബുധഃ. ജ്ഞാനികളാൽ രണ്ടല്ലാത്ത ഈ അറിവിനാൽ, അതായത് അഭിന്നത്വ അറിവിനാൽ, അതാണ് രണ്ടല്ലാത്ത അറിവ്. ഞാനും ബ്രഹ്മവും വേറെയല്ല എന്നുള്ള അറിവിനാൽ, രണ്ടല്ലാത്ത അറിവിനാൽ, അഭിന്നത്വ അറിവിനാൽ ആര്? ജ്ഞാനികൾ. ബുധഃ, ജ്ഞാനികൾ എന്ത് നേടുന്നു? അദ്വിതീയമാനന്ദം നേടുന്നു. രണ്ടല്ലാത്ത ആനന്ദം, ഒരേ ഒരു ആനന്ദം, ഒരേ ആനന്ദമേ ഉള്ളൂ. ആനന്ദം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദത്തെ നേടുന്നു ആര്? ബുധഃ. എങ്ങനെയുള്ള ബുധഃ? എങ്ങനെയുള്ള ബുധഃ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ. എങ്ങനെയുള്ള ജ്ഞാനികൾ? അഭിന്നത്വ ജ്ഞാനമുള്ളവർ, ബ്രഹ്മാഭിന്നത്വ ജ്ഞാനമുള്ളവർ, ബ്രഹ്മ അഭിന്നത്വ ജ്ഞാനമുള്ളവർ. വേദാന്തത്തില് പ്രധാനമായിട്ട് 3 വിചാരമാണ് അതിൽ വരിക. ജീവവിചാരം, ഈശ്വര വിചാരം, ജീവ ഈശ്വര സംബന്ധ വിചാരം. ഇത് 3മാണ് പ്രധാനമായിട്ട് വേദാന്തത്തിൽ വരിക. ഒന്ന് ജീവനെ കുറിച്ച് പഠിക്കും നന്നായിട്ട്, എന്താണ് ജീവൻ. പിന്നെ ഈശ്വരനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ജീവനും ഈശ്വരനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കും. പിന്നെ ഐക്യം, അവസാനം വന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഐക്യത്തെ മനസ്സിലാക്കി തരുമ്പോൾ മോക്ഷമായി. അപ്പൊ ജീവവിചാരം നമ്മൾ ചെയ്തു, നന്നായിട്ട് ജീവവിചാരം ചെയ്തു. നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജീവവിചാരം നമ്മൾ നന്നായിട്ട് ചെയ്തു. ജീവൻ സ്വയം ജ്യോതിയാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മളെ ഗ്രസിച്ചിരിക്കുന്നത് കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരം ഒരു രീതിയിൽ, അല്ലെങ്കിൽ 5 കോശങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പ്രാണമയമാണെന്ന് അന്നമയമാണെന്ന് വിചാരിക്കുന്നു, പ്രാണമയമാണെന്ന് വിചാരിക്കുന്നു, മനോമയമാണെന്ന് വിചാരിക്കുന്നു, വിജ്ഞാനമയമാണെന്ന് വിചാരിക്കുന്നു, ആനന്ദമയമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ശങ്കരാചാര്യ സ്വാമികൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, ഇതൊന്നുമല്ല. ഇതെല്ലാം നീ ഉണ്ട് എന്ന് വിചാരിച്ചു, അത് കഴിഞ്ഞ് ഇതിനെല്ലാം നീ പതുക്കെ ഇതിന്റെ സത്യം മനസ്സിലാക്കി നീക്കിക്കഴിയുമ്പോൾ ഒന്നുമില്ല എന്ന് കണ്ടു. ആ ഒന്നുമില്ല എന്നും ഉണ്ട് എന്നും കണ്ട ആ നീയാണ്, ആ സാക്ഷി രൂപത്തിലിരിക്കുന്ന നീ തന്നെയാണ് ആത്മാ. ആ ജ്ഞാനസ്വരൂപമാണ് ആത്മാ. ആ അറിവാണ് ആത്മാ. അതാണ് നീ, അതാണ് നമ്മൾ പറയുന്ന ഞാൻ. ഞാനുണ്ടെന്നറിയാൻ ഒന്നും വേണ്ടല്ലോ. വീണ്ടും വീണ്ടും അത് ഓർക്കുക, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനുണ്ട് എന്നറിയാൻ എനിക്ക് ഒന്നിനെ ആശ്രയിക്കണ്ട. ആര് പറഞ്ഞു തരണ്ട, അച്ഛൻ പറഞ്ഞു തരണ്ട, അമ്മ പറഞ്ഞു തരണ്ട, കൂട്ടുകാർ പറഞ്ഞു തരണ്ട, ആരും പറഞ്ഞു തരണ്ട. ഞാനുണ്ട്, 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 ഞാനുണ്ട്. ഇത് ഉറക്കണം. അപ്പൊ ഞാൻ ആര്? ഞാൻ ആത്മാ. ഉടലോട് ചേർന്ന് ഞാൻ വിചാരം ചെയ്ത് ഈ ശരീരത്തെയും എല്ലാത്തിനെയും കാണുന്ന ഞാൻ എന്നാൽ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കി
ഞാൻ ചൈതന്യസ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം, പൂർണ്ണൻ എന്ന് മനസ്സിലാക്കലാണ് ജീവ വിചാരം. അത് നമ്മൾ ചെയ്തു. ഇങ്ങനെ ജീവനെ രണ്ട് രീതിയിലും നമ്മൾ കണ്ടു. ഇനി ഈശ്വര വിചാരമാണ് നമ്മൾ ചെയ്തത്. 66-ാമത്തെ ശ്ലോകത്തില് ഈശ്വരനെ കുറിച്ച് വിചാരം ചെയ്ത് ഈശ്വര സ്വരൂപം പ്രാപിച്ച് ജീവസ്വരൂപവും ഈശ്വര സ്വരൂപവും ഒന്ന് എന്ന ഐക്യജ്ഞാനത്തിനാൽ ഒരാള് സംസാരസാഗരം കടക്കും, മോക്ഷത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പോ ബ്രഹ്മ അഭിന്നത്വ വിജ്ഞാനം, ജീവനെ ബ്രഹ്മത്തിൽ നിന്ന് വേറെയായി കാണാതിരിക്കലാണ് സംസാര പ്രപഞ്ച ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, ഭവമോക്ഷസ്യ കാരണം. ഇത്രയുമാണ് ആ ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി കൂടുതലായിട്ടുള്ള ഈശ്വര വിചാരം അടുത്ത ശ്ലോകത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അങ്ങനെ ഈശ്വര വിചാരവും നന്നായിട്ട് മനസ്സിലായ ശേഷം രണ്ടും തമ്മിലുള്ള സംബന്ധത്തെ മനസ്സിലാക്കണം. പിന്നീട് ഐക്യം പറയും. അപ്പൊ നമുക്ക് നമ്മൾ എത്തേണ്ടതായ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള അറിവ് നമുക്ക് കിട്ടും. അതിനെ നമ്മുടെ ഉള്ളിൽ നിറച്ച് അതിൽ ഇരുന്നു കൊണ്ട് അതിൽ നിഷ്ഠയോടുകൂടി ഇരുന്ന് ആ പദത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. ഓം ശ്രീ സായിരാം. സായിരാം.